ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിലാളികൾക്ക് അനുകൂലമായി നിയമ ഭേദഗതികൾ ഉണ്ടായിട്ടും തയ്യൽ തൊഴിലാളികളെ സർക്കാർ വഞ്ചിക്കുകയാണെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ പ്രതിഷേധ സദസ്സ്. വള്ളിക്കുന്ന് നിറങ്കൈതക്കോട്ട അയ്യപ്പ ക്ഷേത്രം പാട്ടുത്സവത്തിന് കൊണ്ടുവന്ന കൊമ്പനാന ബാലുശ്ശേരി ഗജേന്ദ്രൻ ചരിഞ്ഞു. ക്വാറി ഉൽപ്പന്നങ്ങളുടെ അന്യായമായ വിലവർദ്ധനവ് കാരണം പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രതിസന്ധി നേരിടുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. നിയമ ഭേദഗതികൾ തൊഴിലാളികൾക്ക് അനുകൂലമായി വന്നിട്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരാത്തത് തയ്യൽ തൊഴിലാളികളോട് കാണിക്കുന്ന വഞ്ചനയാണെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. റിട്ടയർമെന്റ്, പെൻഷൻ, പ്രസവ ധനസഹായം എന്നിവ കുടിശ്ശികയാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അന്ന് 10 രൂപയായിരുന്നു അംശാദായിട്ട് വാങ്ങിയിരുന്നത്. പിന്നീട് ആ 10 രൂപയിൽ നിന്ന് 20 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ആ 10 രൂപ ആക്കിയപ്പോൾ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു 2 രൂപ ഗവൺമെന്റിന്റെ വീതം ഉണ്ടായിരുന്നു. 20 രൂപ ആക്കി മാറ്റിയപ്പോൾ ഗവൺമെന്റിന്റെ വീതം നിർത്തലാക്കുകയും അതിനനുസരിച്ചുള്ള സ്റ്റേജിനകത്ത് മാറ്റം വരുത്താതിരിക്കുകയും ചെയ്തു. പിന്നീട് നിരന്തരം സമരത്തിന്റെ ഭാഗത്ത് ഞങ്ങൾ നിന്നു. അവസാനം 50 രൂപയാക്കി വർദ്ധിച്ചു. ഈ 50 രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ ആനുപാതികമായിട്ടുള്ള ആനുകൂല്യം വർധനവ് സംഘടന ആവശ്യപ്പെട്ടു. തുടർന്ന് അതിന്റെ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സർവീസ് അനുസരിച്ചുള്ള പെൻഷൻ തത്വത്തിൽ ഗവൺമെന്റ് അംഗീകരിച്ചു. പക്ഷേ ഇന്ന് സർവീസ് അനുസരിച്ച പെൻഷൻ ഗവൺമെന്റ് നൽകുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള ആനുകൂല്യങ്ങളും കെട്ടിക്കിടക്കുക. സർക്കാർ തയ്യൽ തൊഴിലാളികളോട് കാണിക്കുന്ന അനീതിയിലും വഞ്ചനയിലും പ്രതിഷേധിച്ച് ഇടതുപക്ഷ സർക്കാരിനെതിരെ ഫെബ്രുവരി 4-ന് AKTAയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തും. സമരത്തിന്റെ പ്രചരണാർത്ഥം ജനുവരി 16-ന് വെള്ളിയാഴ്ച രാവിലെ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിക്കും. ക്യാമ്പിന്റെ ഉദ്ഘാടനം സമരപ്രഖ്യാപനത്തോടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു നിർവഹിക്കും. സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് നസീബ റായ്, ജില്ലാ സെക്രട്ടറി M രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ പ്രതിഷേധം. ബേപ്പൂരിൽ നടന്ന പ്രതിഷേധ സദസ്സ് നരുക്കുനി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര ഭരണ നീക്കത്തിനെതിരെ CPI പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ബേപ്പൂരിൽ നടന്ന പരിപാടി നരുക്കുനി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് ചുരുങ്ങിയ പണമായാലും ഈ രാജ്യത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പദ്ഘടനയാണ് അത്. അവരുടെ പട്ടിണി മാറ്റാനും ഒരു 100 പണി എന്നുള്ളത് ഇതിലൊഴിച്ച് ബാക്കി അവർക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. അത് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു വല്ലതിനുമാണെങ്കിലോ ഒന്നുമല്ല, അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയുള്ള ഒരു തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് അവർക്ക് കിട്ടുന്ന വേതനമാണ്. അത് ഇന്ന് കേന്ദ്ര സർക്കാർ മുരടിപ്പിച്ചിരിക്കുകയാണ്, തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് എല്ലാ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ. ഇവിടെ രാജ്യത്ത് ഒരു ഗവർണറുണ്ട്. ആ ഗവർണർ എന്താണ് ചെയ്യുന്നത്? ഇവിടെ രാജ്യത്ത് ഒരു വലിയ മഹബ് പിടിച്ചു കയറി എല്ലാം തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമവുമായിട്ടാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. T ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. പീതാംബരൻ പൊന്നത്ത്, B മുഹമ്മദ് ബഷീർ,
സി ദേവരാജൻ, കെ.പി. ഹുസൈൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വള്ളിക്കുന്ന് നിറം കൈതക്കോട്ട അയ്യപ്പ ക്ഷേത്രം പാട്ടുത്സവത്തിന് കൊണ്ടുവന്ന കൊമ്പനാന ബാലുശ്ശേരി ഗജേന്ദ്രൻ ചരിഞ്ഞു. രാവിലെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും മുൻപ് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇൻക്വസ്റ്റിന് ശേഷം വാളയാറിലേക്ക് കൊണ്ടുപോയി. രാവിലെ 4:45 പ്രത്യക്ഷ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചടങ്ങിനായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പത്തായപ്പുരയ്ക്ക് സമീപം പൊടുന്നനെ കൊമ്പൻ കുഴഞ്ഞു വീണ് ചരിയുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് വിവരം. 50 വയസ്സുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ക്ഷേത്രത്തിലെത്തിച്ചത്. അസുഖലക്ഷണങ്ങളൊന്നും കണ്ടിരുന്നില്ല. വനം, പോലീസ്, വെറ്ററിനറി അധികൃതർ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. വാളയാറിലെത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം അന്ത്യകർമ്മങ്ങളും പിന്നീട് സംസ്കാരവും നടക്കും. കൊമ്പന്റെ വിയോഗത്തെ തുടർന്ന് ഉത്സവ ചടങ്ങുകൾ നിർത്തിവെച്ചതായി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ സംഘമേഷ് വർമ്മ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. പൊതുമരാമത്ത് പ്രവർത്തികൾ ഏറ്റെടുത്ത കരാറുകാർ ക്വാറി ഉൽപ്പന്നങ്ങളുടെ അന്യായമായ വിലവർദ്ധനവ് കാരണം പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രതിസന്ധി നേരിടുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഏകദേശം 40% വിലവർദ്ധനവ് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് പൊതുജനങ്ങൾ വരെ ഇനി ഈ പ്രവൃത്തികൾ അവരുടേതായ ഒരു സാധാരണ ഒരു കുടുംബം പോറ്റുന്ന ഒരാൾ വീടുണ്ടാക്കിയാൽ വരെ അവർക്ക് വരെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ ക്രഷർ ഓണേഴ്സുമായി സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും പറയുന്നത് 1 രൂപ പോലും ഞങ്ങൾ ഈ ഇപ്പോൾ കൂട്ടിയ പൈസ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ക്വാറി ഉൽപ്പന്നങ്ങൾക്ക് 2025 നവംബറിൽ ഉണ്ടായിരുന്ന വിലയേക്കാൾ 30% അധിക വിലയാണ് ഇപ്പോൾ നൽകേണ്ടി വരുന്നതെന്നും ഇത് പരിഹരിക്കുന്നതിന് നിലവിൽ അടച്ചിട്ടിരിക്കുന്ന ക്വാറികൾ തുറന്നു പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പ്രവർത്തിക്കാവശ്യമായ ക്വാറി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനുള്ള നിയമങ്ങളിൽ ഇളവ് വരുത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കർണാടകയിൽ നിന്ന് വലിയ തോതിൽ വാഹനങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് മോട്ടോർ വാഹന വകുപ്പുകളുടെയും മറ്റൊക്കെ അവരുടെ നിയമത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കോഴിക്കോട്ടേക്കൊന്നും അങ്ങനെയുള്ള വാഹനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മെറ്റീരിയൽസുമായി വരുന്നുമില്ല. 10 ലക്ഷത്തിന് മുകളിൽ കരാറുകാരുടെ ബില്ലുകൾ കിട്ടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക, വാട്ടർ അതോറിറ്റിയിലെ ബിൽ കുടിശ്ശിക കൊടുത്തു തീർക്കുക, ഇലക്ട്രിക്കൽ കോമ്പോസിറ്റ് ടെൻഡറുകളുടെ തുക വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടനയുടെ നേതൃത്വത്തിൽ ജനുവരി 21 സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. മാർച്ചിന്റെ ഉദ്ഘാടനം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് വി. ജോയ് MLA നിർവഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അരവിന്ദാക്ഷൻ പി, സുരേന്ദ്രൻ പി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായ ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തി ആണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
പൂക്കോയത്തങ്ങൾ ഹോസ്പിസിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ സ്നേഹത്തിന് മാതൃകയെന്ന് മുസ്ലിം ലീഗ് നേതാവ് VM ഉമ്മർ മാസ്റ്റർ. ഹോസ്പിസിന്റെ 3ാമത് വളണ്ടിയർ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് കിഴക്കൂത്ത് യൂണിറ്റിന്റെ 3ാമത് വളണ്ടിയർ ബാച്ചിനുള്ള ത്രിതല പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ആദ്യ ദിവസത്തെ പരിശീലനത്തിന് ഡോക്ടർ MA അമീർ അലി, MT മുഹമ്മദ്, ജോസ് പുളിമൂട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VM ഉമ്മർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിലായി 50-ൽ പരം പാലിയേറ്റീവ് ഹോം കെയർ യൂണിറ്റുകളും 5000-ൽ പരം പരിശീലനം സിദ്ധിച്ച വളണ്ടിയർമാരും അടങ്ങുന്ന PTH സംവിധാനത്തിലൂടെ ഇതിനോടകം ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമെത്തിക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. പൂക്കോയത്തങ്ങൾ ഹോസ്പിസിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ മനുഷ്യസ്നേഹത്തിന്റെ മഹാമാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 51 കേന്ദ്രങ്ങളിലായിട്ടാണ് PTHയുടെ പ്രവർത്തനം ഇപ്പോൾ സജീവമായി നടക്കുന്നത്. ഈ വളണ്ടിയേഴ്സ് ഈ കേന്ദ്രങ്ങളിൽ നിന്ന് എല്ലാ വീടുകളിലും കയറി പാലിയേറ്റീവ് പ്രവർത്തന രംഗത്ത് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തി രോഗികൾക്ക് ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഉള്ളതിനേക്കാൾ ഏറെ ശ്രദ്ധേയമായ രീതിയിൽ PTH ഏതാണ്ട് 5000-ലാണ് വളണ്ടിയർമാരെ വെച്ചുകൊണ്ട് ഈ പാലിയേറ്റീവ് പ്രവർത്തന രംഗത്ത് ഇത്തരം പ്രവർത്തനം നടത്തുമ്പോൾ എല്ലാ വിഭാഗം ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് എത്തിക്കാറുണ്ട്. ഹോസ്പിസ് ചെയർമാൻ MA ഗഫൂർ അധ്യക്ഷനായിരുന്നു. PTH കേരളയുടെ CFOയും സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ MA അമീർ അലി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉനൈസത്ത് KK, PTH കൺവീനർ N ജാഫർ, കോർഡിനേറ്റർ MK നാസി, PM ഹമീദ്, KK ജബ്ബാർ, PD നാസർ, പാട്ടത്തിൽ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരിക്കുനി. കാലിക്കറ്റ് ചേംബർ അംഗങ്ങൾ മജീഷ്യൻ മുതുകാടുമായി സംവാദം നടത്തി. ജീവിത ചുറ്റുപാടുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ നേരം സംസാരിച്ച മുതുകാട് തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്ട് സെന്ററിലേക്കും ചേംബർ അംഗങ്ങളെ ക്ഷണിച്ചു. കാലിക്കറ്റ് ചേംബർ ഭവനിലായിരുന്നു സംവാദം. മജീഷ്യനും മോട്ടിവേഷൻ സ്പീക്കറുമായ ഗോപിനാഥ് മുതുകാട് കാലിക്കറ്റ് ചേംബർ അംഗങ്ങളുമായാണ് സംവദിച്ചത്. ജീവിത ചുറ്റുപാടുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ നേരം സംസാരിച്ച മുതുകാട് ചേംബർ അംഗങ്ങളെ തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്ട് സെന്ററിലേക്ക് ക്ഷണിക്കാനും മറന്നില്ല. ഞാൻ എല്ലാവരെയും ഒന്ന് ക്ഷണിക്കാം തിരുവനന്തപുരത്തേക്ക് ഒരു പിക്നിക് പ്ലാൻ. അവിടെ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സംരംഭമുണ്ട്. ഇത് വന്നതിന് ഒരിക്കലും നഷ്ടമാണ്. മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സംരംഭമുണ്ട്. ഏഷ്യത്തെ ആദ്യത്തെ മാജിക് തീം പാർക്കാണ്. ഇപ്പോഴും വേറെ ആൾക്കത് കോമ്പീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മാജിക് പ്ലാനറ്റിനോട് ചേർന്നാണ് ഈ ഡിഫറെന്റ് ആർട്ട് സെന്റർ. ഇറ്റ്സ് 5 acres ലാൻഡ്. ഗവൺമെന്റ് ലീസിനെടുത്തതാണ്. ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി അധ്യക്ഷനായിരുന്നു. ചേംബർ പ്രിവിലേജ് മെമ്പർഷിപ്പ് കാർഡ് വിതരണോദ്ഘാടനം ഗോപിനാഥ് മുതുകാട് പോപ്പീസ് ബേബി കെയർ ചെയർമാൻ ഷാജു തോമസിന് നൽകി നിർവഹിച്ചു. സെക്രട്ടറി ബോബിഷ് കുന്നത്ത്, ട്രഷറർ അർഷാദ് ആദിരാജ, PM ഷാനവാസ്, PA ആസിഫ്, ഐബ് തോമസ്, C ചാക്കുണ്ണി, TK രാധാകൃഷ്ണൻ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് പെരുമൺപുറ വൈദിക വിജ്ഞാന കേന്ദ്രത്തിന്റെ 25ാം വാർഷിക പരിപാടികൾക്ക് ജനുവരി 18-ന് സമാപനമാകും. സമ്മേളനം സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വേദശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കും. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും അനുമോദിക്കും. കോഴിക്കോട് പെരുമൺപുറയിലുള്ള വൈദിക വിജ്ഞാന കേന്ദ്രത്തിന്റെ 25ാം വാർഷികമാണ് ആഘോഷിക്കപ്പെടുന്നത്. വൈദിക വിജ്ഞാന കേന്ദ്രത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി 17-ന് സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നടക്കും. ധർമ്മോ രക്ഷതി രക്ഷിത, വൈദിക സംസ്കൃതിയിൽ സ്ത്രീകളുടെ പങ്ക് എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ ഉണ്ടാകും. 18-ാം തീയതി സ്വാമി ചിദാനന്ദപുരി മഹാരാജ് ഉദ്ഘാടനം നിർവഹിക്കും. സമ്മേളനത്തിൽ ഈ വർഷത്തെ മങ്ങത്തായ കേശവൻ നമ്പൂതിരി സ്മാരക വേദശ്രേഷ്ഠ പുരസ്കാരം ബ്രഹ്മശ്രീ ചെറുമുക്ക് വല്ലഭൻ നമ്പൂതിരിപ്പാടിന് കോഴിക്കോട് സാമൂതിരി രാജ സമർപ്പിക്കും. മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിലായി ശ്രീകൃഷ്ണൻ നമ്പീശൻ, ഡോക്ടർ ദേവകുമാർ തെഞ്ചേരി, ശ്രീജ പേരൂർ എന്നിവരെ അനുമോദിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. 3-ാം തീയതി മുതൽ സാമവേദം, ഋഗ്വേദം, യജുർവേദം എന്നിവയുടെ മുറജപം ഈ കേന്ദ്രത്തിൽ നടത്തി വരുന്നുണ്ട്. ജനുവരി 17-നും 18-നുമാണ്
പ്രധാനപ്പെട്ട പൊതുപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ജനുവരി 17 രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടേഴ്സ് ചായ ഉണ്ടാക്കാൻ അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തലക്കുളത്തൂരിലെ പുറക്കാട്ടിരിയിൽ റിവർ സോക്കർ ഗ്രൗണ്ടിൽ വെച്ച് ജനുവരി 17-18 തീയതികളിൽ നൈറ്റ് സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കും. കളിക്കൂട്ടായ്മ ഗ്രൂപ്പാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 8 ടീമുകൾ മത്സരിക്കും. കോഴിക്കോട് ജില്ലയിലെ പ്രഗത്ഭരായ കളിക്കാർ പങ്കെടുക്കുന്ന KCL സീസൺ 4 ക്രിക്കറ്റ് ടൂർണമെന്റ് ജനുവരി 17 വൈകിട്ട് 4 മണിക്ക് തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്യും. വിന്നേഴ്സിന് 1 ലക്ഷം രൂപയും ട്രോഫിയും റണ്ണേഴ്സിന് 50,000 രൂപയും ട്രോഫിയുമാണ് ലഭിക്കുക. കൂടാതെ നിരവധി ട്രോഫികളും വിവിധ ഇനങ്ങളിലായി നൽകും. എല്ലാ മത്സരങ്ങളും യൂട്യൂബിൽ ലൈവ് കാണുന്നതിനുള്ള സൗകര്യവും സ്ത്രീകൾക്കും കുട്ടികൾക്കും കളി വീക്ഷിക്കുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കും. 8 ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുക. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി അംഗങ്ങളായ സുനിൽ ജയം, ഫൈസൽ ടി, അക്മർ EK, യൂസുഫ് CV എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയറ BM UP സ്കൂളിൽ വിദ്യാർത്ഥിനികൾക്കായി ആർത്തവ ശുചിത്വ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷീല അന്നൂൺ ക്ലാസിന് നേതൃത്വം നൽകി. കുട്ടികളുടെ സംശയങ്ങൾക്കും മറുപടി നൽകി. പുതിയറ BEM UP സ്കൂളിൽ UP ക്ലാസ് വിദ്യാർത്ഥിനികൾക്കായി ആർത്തവ ശുചിത്വ ആരോഗ്യ ബോധവൽക്കരണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. YWCA കോഴിക്കോട് ഘടകത്തിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് ഏറെ പ്രയോജനകരമായി. രാജേന്ദ്ര ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഷീല നൂൺ ക്ലാസിന് നേതൃത്വം നൽകി. ആർത്തവം, ശരിയായ ശുചിത്വ പരിപാലനം, ആരോഗ്യ സംരക്ഷണം, ഭക്ഷണക്രമം, മാനസിക പിന്തുണ തുടങ്ങിയ വിഷയങ്ങൾ ഡോക്ടർ ലളിതമായ ഭാഷയിൽ വിശദീകരിച്ചു. കുട്ടികൾക്കുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയും അവരെ ആത്മവിശ്വാസമുള്ളവരാക്കിയും ക്ലാസ് നടത്തി. സ്കൂൾ അധ്യാപികമാരും പരിപാടിയിൽ പങ്കെടുത്തു. ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ കുട്ടികളുടെ ആരോഗ്യബോധവും സ്വയം പരിപാലന ശീലങ്ങളും വളർത്തുന്നതിന് സഹായകരമാകുന്നു എന്ന് പ്രധാന അധ്യാപിക K. ലൈസമ്മ വർഗീസ് അഭിപ്രായപ്പെട്ടു. YWCA പ്രസിഡന്റ് വത്സമ്മ ജേക്കബ്, മുൻ പ്രസിഡന്റ് സോഫിയ മൈക്കിൾ, ട്രഷറർ ബീന മെമ്മൻ, കോർഡിനേറ്റർ അലീന ജോൺ, ആൻസി ചീരൻ, സൂസൻ ആഗ്നസ്, റീജ ജാനറ്റ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KCB പെൻഷനേഴ്സ് കൂട്ടായ്മ ജീവനക്കാർക്കും പെൻഷൻകാർക്കും പൊതുജനങ്ങൾക്കുമായി കണ്ണുപരിശോധന ക്യാമ്പ് നടത്തി. KCB ഉത്തരമേഖല വിതരണ വിഭാഗം ചീഫ് എഞ്ചിനീയർ KS രജനി ഉദ്ഘാടനം ചെയ്തു. KCB പെൻഷനേഴ്സ് കൂട്ടായ്മ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ദി ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ച് പൊതുജനങ്ങൾക്കും KCB പെൻഷൻകാർക്കും ജീവനക്കാർക്കുമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പൊതുജനങ്ങളും ജീവനക്കാരും പെൻഷൻകാരുമായി 200-ലധികം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഗാന്ധി റോഡ് KCB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന ക്യാമ്പ് KCB ഉത്തരമേഖല വിതരണ വിഭാഗം
ചീഫ് എഞ്ചിനീയർ KS രജനി ഉദ്ഘാടനം ചെയ്തു. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷത വഹിച്ചു. സജിത് കണ്ണോത്ത്, C അരവിന്ദാക്ഷൻ, K വിജയൻ, EP ചന്ദ്രശേഖരൻ, K സുരേഷ് ബാബു, TN അഖിൽനാഥ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലാളികൾക്ക് അനുകൂലമായി നിയമ ഭേദഗതികൾ ഉണ്ടായിട്ടും തയ്യൽ തൊഴിലാളികളെ സർക്കാർ വഞ്ചിക്കുകയാണെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. മഹാത്മാ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കരുതെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIയുടെ പ്രതിഷേധ സദസ്സ്. വള്ളിക്കുന്ന് നിറങ്കൈതക്കോട്ട അയ്യപ്പ ക്ഷേത്രം പാട്ടുത്സവത്തിന് കൊണ്ടുവന്ന കൊമ്പനാന ബാലുശ്ശേരി ഗജേന്ദ്രൻ ചരിഞ്ഞു. ക്വാറി ഉൽപ്പന്നങ്ങളുടെ അന്യായമായ വിലവർദ്ധനവ് കാരണം പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ പ്രതിസന്ധി നേരിടുകയാണെന്ന് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.